Hi guys. So ഇപ്പം സമയം 9:16 ആയി. മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് മെയിനായിട്ടുള്ള ഓട്ടോ കമ്പനീസാണ്. ഞാൻ ടാറ്റ മോട്ടോഴ്സും ടി വി എസും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂഷ്വൽ സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പോൾ ടി വി എസ് ഇന്നലെ ഒരു ഷോർട്ടിങ് സിഗ്നൽ തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പം എനിക്കൊന്നൊരു വലിയൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ റിസൾട്ട് എന്താ നോക്കിയിട്ട് എൻ്റർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. സെയിം സിറ്റുവേഷൻ ഫോർ ടാറ്റ മോട്ടോഴ്സ്. ഇപ്പം നമ്മുടെ ഇൻ്റർസെപ്റ്റ് ലൈനിന് മേലെ പോയിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് ഒരു മാഗ്ഡി ക്രോസ് ഓവർ തരുന്നതാണെങ്കിൽ ഞാനിത് ഷോർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ കോൾ ഇന്ത്യയിലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് കോൾ ഇന്ത്യേൻ്റെ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഷോർട്ട് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 133.11. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 135ലാണ്. ഇത് ഭയങ്കര കൺസർവേറ്റീവ് വാല്യൂ ആണ്, പക്ഷേ നമുക്ക് നോക്കാം എന്താ പറ്റുന്നതല്ലേ. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കോൾ ഇന്ത്യ ഇപ്പോൾ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കോൾ ഇന്ത്യ പോലെ തന്നെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഞാനൊരു 1000 ക്വാണ്ടിറ്റി ഇപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് അറ്റ് 85.55. അത് ആഡ് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് 86.5ലാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 85.5ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഈ ട്രേഡിൽ എന്തായാലും ഇനി ലോസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കോൾ ഇന്ത്യ ചെറിയൊരു മിനിമൽ ഇപ്പോൾ ഒരു നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ബുക്ക് ചെയ്യാൻ പോവാണ്. കാരണം എനിക്ക് ആ കോൾ ഇന്ത്യയുടെ പോക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പോവാണ്. കോൾ ഇന്ത്യ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. ഇതിൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഇതിൻ്റെ വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു പോക്ക് കണ്ടിട്ട്. അപ്പം ഞാൻ കോൾ ഇന്ത്യ ഇപ്പോൾ നമ്മൾ എക്സിറ്റായി. പ്രോഫിറ്റ് 200 റുപ്പീസ്. ടാറ്റ മോട്ടോഴ്സ് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. നമ്മളത് ക്ലോസ്ലി വാച്ച് ചെയ്യും. ഞാൻ അടുത്ത സ്റ്റോക്കിൻ്റെ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അപ്ഡേറ്റ്. ഇപ്പം എൻ്റെ ഒരു ക്വിക്ക് സ്കാനിങ്ങിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാടെലും റെയിൻ ഇൻഡസ്ട്രീസും നല്ലൊരു ബുൾ റണ്ണിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ആ ബസ് മിസ് ചെയ്തു. ഇപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ക്രോസ് ഓവറിന് ശേഷമുള്ള ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഇതെൻ്റെ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലുണ്ട്. ഇൻ കേസ് ഒരു 10:30 11 o'clock ആകുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് വരികയാണെങ്കിൽ അന്നേരം നമ്മൾ ഷോർട്ട് ചെയ്യും. കോൾ ഇന്ത്യ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. നമ്മളിന്ന് ഓട്ടോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ടി വി എസിൽ എനിക്ക് കാണുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് ഗോയിങ് സ്ട്രോങ്, സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. മണപ്പുറം 123 ആയിട്ടുണ്ട്. അതൊരു ഓക്കെ, നല്ല റണ്ണാണ്. അപ്പം മണപ്പുറം ഇവൻച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് താഴോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും നമ്മളെ ഒരു ഷോർട്ടിങ് ചെയ്യേണ്ട ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ITC അഗെയിൻ ഫുൾ റൺ. ഓക്കെ, ആക്സിസ് ബാങ്ക് നല്ല ഡൗൺ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ ബാങ്കിങ് സെക്ടർ എല്ലാം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം താഴേക്കായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു ഈ ഇൻഫ്രാടെൽ, റെയിൻ ആൻഡ് മണപ്പുറം ആൻഡ് മേ ബി ഈവൻ സൺഫാർമ, ഈ 4 എണ്ണം ഒന്ന് മേലേക്ക് പോയി റീട്രേസ് ചെയ്ത് താഴേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഷോർട്ട് സെൽ ചെയ്യും. അത്ര വരെ നമ്മൾ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട് തോന്നുന്നു. അപ്പം ഞാനത് നോക്കിയിട്ട് ചിലപ്പോൾ ഷോർട്ട് ചെയ്യും. ഞാൻ എന്തായാലും ഈ ഒരു ക്യാൻഡിൽ കൂടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 3 minutes ക്യാൻഡിലാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ 1 minute ക്യാൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ലൈക്ക് എ റിവേഴ്സ് ട്രെൻഡാണ്.
അപ്പോൾ ചെറിയൊരു ഡിസിഷൻ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്താലോ എന്നാലേക്കാണ്. നമ്മളെ പ്രോഫിറ്റ് റെസ്പെക്റ്റബിൾ വാല്യൂ തന്നെയാണ്. ഒരു ഓക്കെ 500-600 റേഞ്ചിലുള്ളത്. നമ്മളൊരു 1000 ആ ഒരു ഇതിലാണ് നോക്കിയത്. എന്തായാലും കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇൻഡിക്കേറ്റർ എന്തായാലും പോസിറ്റീവ് സൈഡിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ക്യാൻഡിൽ പാറ്റേൺ നോക്കിയിട്ട് ഇപ്പം ഇവിടെ ഒരു ഡോജി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്യും. അടുത്ത ക്യാൻഡിൽ ഒന്നും അതും ഒരു ഡോജിയാണ്. അപ്പോൾ സ്റ്റിൽ ഒരു ഇൻഡിസിഷൻ ഫേസിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. 5 മിനിറ്റ്സിലേക്കൊന്ന് മാറ്റി നോക്കട്ടെ. 5 മിനിറ്റ് കാണിക്കുന്ന ചെറിയൊരു ക്യാൻഡിലാണ്, അത് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. അപ്പോൾ നോക്കാം. ഞാൻ കുറച്ച് സമയം കൂടി ഹോൾഡ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹൈക്കനാഷി ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ആയിരുന്നു. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ട്രെൻഡ് റിവേഴ്സലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 ഡോജിക്ക് ശേഷം വരുന്നത് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരു 700 ഹിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ട്രേഡ് എക്സിറ്റായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ 700ലേക്കൊന്നും പോയില്ല. 500 ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ ഞാൻ എക്സിറ്റായി. കാരണം ഇപ്പോൾ ഇവിടെ ഒരു ക്ലിയർ അപ്പ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു ലാഭം തന്നെയാണ്. എനിക്ക് നല്ല ഡിസിഷൻ തന്നെയാണ് നമ്മൾ എടുത്തത്. കാരണം ഇതിപ്പോൾ ഇത് മേലോട്ടേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ്സ് ഒന്നുമില്ല. ഇൻഫ്രാടെലിൻ്റെയും റെയിനിൻ്റെയും മണപ്പുറവും നമ്മളൊരു ഡൗൺ ട്രെൻഡ് വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതിലിടയ്ക്ക് വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ ഡ്യൂറേഷൻ്റെ കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു 20 മിനിറ്റ്സിൽ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ട്രേഡ്സ് എനിക്ക് ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ സെയിം സ്ട്രാറ്റജി ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ഈ കോൾ ഇന്ത്യൻ്റെയും ടാറ്റ മോട്ടോഴ്സിൻ്റെയും കേസിൽ കണ്ട സെയിം സ്ട്രാറ്റജീസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ട്രേഡ് സെഷൻസ് ഈ വീഡിയോയിലൂടെ നിർത്താം. പക്ഷേ എൻഡ് ഓഫ് ദ വീഡിയോ ഞാൻ എൻ്റെ ഇന്നത്തെ ടോട്ടൽ PNLൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടാലേ അതിൻ്റെ അകത്തുള്ള എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനുശേഷം നിങ്ങൾ ബാക്ക് ട്രേസ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെ ഓൺ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്ക് എടുക്കുക. സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി എന്നാണ് തോന്നുന്നത്. അപ്പം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡിംഗ് സെഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റോക്സിന് ശേഷം ഞാൻ സിപ്ല, മണപ്പുറം അങ്ങനെ കുറച്ച് സ്റ്റോക്സ് കൂടി എടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ PNL എന്ന് പറയുന്നത് 1575. പക്ഷേ എല്ലാത്തിനും യൂസ് ചെയ്ത സെയിം സ്ട്രാറ്റജിയാണ്. മണപ്പുറത്തിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു 600 റുപ്പീസ് ലോസ് ആണ്. സെയിം സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് പ്ലേസിൽ വെച്ചതുകൊണ്ട് ആ ലോസ് അത്ര അധികം കൂടിയില്ല. 600ൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, നമ്മൾ ട്രേഡ് എക്സിറ്റ് ആയി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാവിലെ 9:15 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം സമയം 10:33 ആയി. ലൈക്ക് 1 hour 15 minutes കൊണ്ടാണ് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും സെയിം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.